ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഷൂട്ടിങ്ങിനിടയിൽ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കയറിൽ തൂങ്ങിക്കിടക്കുന്നതായിരുന്നു ആ ഒരു സീൻ. ഇത് മനസ്സിലാക്കിയ ഗൗതം പ്രിയങ്കയെ മുന്നിൽ നിർത്തി രാധികയെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി പ്രിയങ്കയെ അവിടെ വിളിച്ചു വരുത്തുകയും പ്രിയങ്ക തന്നെ അവരുടെ കയ്യിൽ ക്യാഷ് കൊടുക്കുന്ന ഒരു വീഡിയോ എടുക്കുകയും ചെയ്തിരുന്നു. അതും പ്രിയങ്ക അറിയാതെ തന്നെ. അങ്ങനെ ഷൂട്ടിങ്ങിനിടയിൽ ആ പറഞ്ഞേൽപ്പിച്ച 2 പേർ രാധിക തൂങ്ങിക്കിടക്കുന്ന ആ ഒരു കയർ കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്തത്. അങ്ങനെ ആ കൊക്കയിലേക്ക് രാധിക ചെന്ന് വീഴുന്നുണ്ട്. ഇതിന് പിറകെ തന്നെ വരുണം എടുത്ത് ചാടുന്നു. അങ്ങനെ 2 പേരും ഒരുമിച്ച് കൊക്കയിലേക്ക് വീഴുകയാണ്. ഇതറിഞ്ഞ് ശ്യാമ വല്ലാണ്ട് ടെൻഷനാവുന്നു. അങ്ങനെ ലൊക്കേഷനിലേക്ക് വരികയും രാധികയെ പറ്റി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ശ്യാമ അവിടേക്ക് വന്നത് പർദ്ദ ധരിച്ച് ഫിദ മേഡമായിട്ടാണ് വന്നിരിക്കുന്നത്. അമൃതയും കൂടെ തന്നെയുണ്ട്. പോലീസുകാരോട് പറയുന്നു എത്രയും പെട്ടെന്ന് അന്വേഷണം തുടങ്ങണമെന്ന്. ഗൗതമും പ്രിയങ്കയും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ശ്യാമ ആകെ ടെൻഷനാവുകയാണ്. കരഞ്ഞുകൊണ്ട് അവരോട് അപേക്ഷിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കുട്ടിയെ കണ്ടെത്താനൊക്കെ. ഇതാണ് ഫിദ, ചേച്ചിയുടെ ഇപ്പോഴത്തെ രക്ഷക എന്നൊക്കെ പ്രിയങ്ക പറയുന്നുണ്ട് ഗൗതമിനോട്. അവർ പോകാൻ നേരം ശ്യാമ പറയുന്നുണ്ട് ഞാനും കൂടി വരാമെന്ന്. മേഡം പ്ലീസ്, ഞങ്ങൾ പോയിക്കോളാം, റിസ്ക് എടുക്കാൻ കഴിയില്ല, ഇവിടെ നിന്നാൽ മതി മേഡം എന്ന് പോലീസ് പറയുമ്പോൾ ശ്യാമ ബഹളം വയ്ക്കുകയാണ്. ഞാനും കൂടി വരുമെന്നൊക്കെ. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്കെന്തേ രാധികയെ കണ്ടെത്തണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് പോലീസ് പോകുന്നു. വാ നമുക്ക് പോയേക്കാം എന്ന് ഗൗതം പ്രിയങ്കയോട് പറയുന്നു. ഈ സമയം യശോദയ്ക്കൊരു കോള് വന്നു. പ്രിയങ്കയാണ് വിളിക്കുന്നത്. മുത്തശ്ശി എവിടെയെന്ന് ചോദിക്കുന്നു. ഞാനിവിടെ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ് വിളിക്കുന്നത് അമ്മ. മുത്തശ്ശിയെ വിളിച്ച് ഫോൺ കൊടുക്കാനും പ്രിയങ്ക പറയുന്നു. നീ എപ്പോഴാ അങ്ങോട്ട് പോയത്? രാധികയില്ല എവിടെയെന്ന് യശോദ ചോദിക്കുന്നു. ഉണ്ട് അമ്മ, മുത്തശ്ശിയോട് ഫോൺ കൊടുക്കെന്ന് പ്രിയങ്ക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ ശബ്ദം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്ന് യശോദ. മുത്തശ്ശി അവിടേക്ക് വന്നു. മുത്തശ്ശിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പ്രിയങ്ക മുത്തശ്ശിയോട് പറയുമ്പോൾ ഇത് കേട്ട് സന്തോഷിക്കുകയാണ് മുത്തശ്ശി. എന്നാൽ വരുൺ കൂടെ ചാടിയപ്പോൾ അത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ആകെ ഒരു ടെൻഷൻ. എടി, എങ്ങനെയെങ്കിലും നീ ആ പോലീസുകാരോട് വരുണിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ പറ. അവൾ പോന്നെങ്കിൽ പോട്ടെ എന്ന് ടെൻഷനോടെ കാര്യം അന്വേഷിക്കുകയാണ് യശോദ. എടി, ദൈവത്തെ മറന്ന് പ്രവർത്തിച്ചതിനുള്ള കൂലി നിന്റെ മകൾക്ക് കിട്ടി. ഷൂട്ടിങ്ങിനിടയിൽ രാധിക വെള്ളച്ചാട്ടത്തിലേക്ക് വീണു പോയെന്ന്. ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് യശോദ. എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അവളെ പിടിക്കാനാണെന്ന് പറഞ്ഞ് വരുൺ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയെന്ന്. അവനെക്കുറിച്ചും ഒരു വിവരമില്ല. അമ്മ എന്ത് നിസ്സാരമായിട്ടാ പറയുന്നത് എന്ന് യശോദ പറയുന്നു. പിന്നോട് നിന്നോട് എങ്ങനെയൊക്കെയാ പറയേണ്ടത്? അഴിച്ചുവിട്ടാൽ ആപത്താണെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ? അവസാനം ഇരന്ന് വാങ്ങിച്ചതല്ലേ ഈ ദുരന്തം? എനിക്ക് അവൾ ചത്താലും ജീവിച്ചാലും ഒന്നുമില്ല, വരുണിനൊന്നും പറ്റാതിരുന്നാ മതി. പെട്ടെന്ന് ദേവേട്ട എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് യശോദ. അദ്ദേഹത്തോട് പറയുന്നു. അറിഞ്ഞു നമ്മുടെ രാധികമോള്? അത്രയും പറയുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ണീരോടെ തിരിഞ്ഞു നിൽക്കുകയാണ്. കാരണം മുന്നേ തന്നെ അദ്ദേഹം വിവരം അറിഞ്ഞിരിക്കുന്നു. 2 പേരും വളരെ സങ്കടത്തോടെ സംസാരിക്കുന്നു. നമുക്ക് അവിടേക്ക് പോകാം, നമ്മുടെ മോളുടെ അരികിലേക്ക് പോകാമെന്ന് യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു നിങ്ങൾ അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? കയ്യോ കാലോ അല്പം മാംസമോ കിട്ടുവാണെങ്കിൽ പോലീസുകാരെ വിളിച്ച് പറയുമല്ലോ, അപ്പോൾ ചെന്ന് അത് ഏറ്റുവാങ്ങിയാൽ മതി. ഇത് കേട്ട് ദേഷ്യത്തോടെ അമ്മ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് യശോദ. എങ്ങനെയമ്മ ഇത്രയും ക്രൂരമായി സംസാരിക്കാൻ കഴിയുന്നത്? സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്നും അവള് വഴിതെറ്റിപ്പോയെന്നല്ല വിളിച്ച് പറഞ്ഞത്. അവള് വെള്ളച്ചാട്ടത്തിൽ വീണു പോയെന്നാ, എന്നിട്ട് കാണാനില്ലെന്നാ. അതുപോലും ആഘോഷിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, അതിനോട് എനിക്ക് വെറുപ്പാണ് തോന്നുന്നത്. എൻ്റെ മോളെക്കുറിച്ച് ഇനി അനാവശ്യമായിട്ട് ഒരു വാക്ക് അമ്മയുടെ നാവിന്ന് വീണാൽ പിന്നെ ഞാൻ അമ്മ എന്ന സ്ഥാനം പോലും മറന്നേക്കും. അമ്മ ചെല്ല്, എവിടെയെങ്കിലും ഇരുന്ന് അമ്മയുടെ ശത്രു ഇല്ലാതായതിനെ കുറിച്ച് സന്തോഷിക്കേ. എൻ്റെ മുന്നിൽ നിന്ന് പോ അമ്മയെന്ന് ദേഷ്യത്തോടെ പറയുന്നു. വാ യശോദേ, നമുക്ക് പോയി അന്വേഷിക്കാം. ആര് ക്രൂരത കാണിച്ചാലും അവൾ നമ്മുടെ പൊന്നുമോളാ എന്ന് പറഞ്ഞ് 2 പേരും കരയുകയാണ്. പോലീസ് രാധികയ്ക്കും വരുണിനും വേണ്ടിയുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ കൂടെ തന്നെ പോവുകയാണ് അമൃതയും ശ്യാമയും. ഫിദ മേഡം ആയിട്ട് തന്നെയാണ് ശ്യാമ പോകുന്നത്. പോകുന്ന വഴിയിൽ ശ്യാമ കാലുതെറ്റി വീഴുന്നുണ്ട്. അമൃത പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. പോലീസ് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്. മേഡം, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഇവിടുത്തെ കണ്ടീഷൻ അറിഞ്ഞുകൂടാ, വേഗം തിരിച്ചു പോകാൻ നോക്കും. പോകില്ല സാർ, രാധിക മോളെ കണ്ടെത്താതെ ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല സാർ, അതിനെന്നെ നിർബന്ധിക്കേണ്ട. ഇത്ര നേരം സെർച്ച് ചെയ്തതിൽ നിന്നും അവര് തിരിച്ച് താഴെ എത്തിയില്ലെന്നാണ് ഒരു വിവരം കിട്ടിയിരിക്കുന്നത്. അറിയില്ല, ഇതുവരെ മുകളിൽ നിന്ന് വീണവരാരും ജീവനോടെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് പോലീസ് പറയുമ്പോൾ ആകെ തകർന്നു പോവുകയാണ് ശ്യാമ. പൊട്ടിക്കരയുന്നുണ്ട് അവിടെ ഇരുന്ന്. ഞാൻ എൻ്റെ മുഖംമൂടി മാറ്റാൻ പോവുകയാണ്. എന്തിനാണ് ഇതിട്ടിരിക്കുന്നത്? ആരെ കാണിക്കാനാണ്? ഇനി എത്ര കാലം ഞാൻ അവളെ അകറ്റി നിർത്തി? മനസ്സ് നിറഞ്ഞൊന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞോ? തട്ടിയെടുത്തില്ലേ വീണ്ടും എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ശ്യാമ. ഈ കാര്യങ്ങളെല്ലാം കണിമംഗലത്ത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. അവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിയും പരമേശ്വരനും പത്മിനിയും പിന്നെ സൂര്യയും എല്ലാവരും. കൽപ്പനയാണെങ്കിൽ ഇത് കണ്ട് ആസ്വദിക്കുന്നു. അവിടേക്കൊരു ഓട്ടോ വരുന്നുണ്ട്. ഓട്ടോയിൽ നിന്നും പ്രിയങ്കയാണ് വരുന്നത്.
മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശി കെട്ടിപ്പിടിച്ച് കരയുകയാണ് പ്രിയങ്ക. അവരെന്താ പറഞ്ഞതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു, അവരൊക്കെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് മുത്തശ്ശി. താഴെ പോയാൽ കൊടും കാടാണെന്നും താഴെ പോകുന്നവരെ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നൊക്കെ കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെയാണ് മുത്തശ്ശി ഞാൻ ഇങ്ങോട്ട് വന്നത്. പാവോ എൻ്റെ ചേച്ചി, എല്ലാ നേരവും കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നതല്ലേ, എന്നിട്ട് കാത്തില്ലല്ലോ ഭഗവാൻ എന്ന് പ്രിയങ്ക പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്, പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. ഒരു ദുരന്തമുണ്ടായി എന്നുള്ളത് സത്യമാണ്. എല്ലാവരെയും പോലെ അവൾ തിരിച്ചു വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പറയേണ്ട സമയത്ത് പറയണമല്ലോ. അവിടെ അത്രയും ആൾക്കാരുണ്ടായിരുന്നല്ലോ. എന്നിട്ട് വരുൺ മാത്രം എന്താ എടുത്ത് ചാടിയത്? ഇവിടെ പലരും ചിലതിനൊക്കെ കണ്ണടച്ച് കൊടുക്കുന്നുണ്ട്. വരുണും രാധികയും തമ്മിൽ എന്തെങ്കിലും തെറ്റായ ബന്ധം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് പോലും സഹിച്ചു കാണില്ലെന്ന് കൽപ്പനയുടെ കരണത്തടിക്കുകയാണ് പരമേശ്വരൻ. കൽപ്പനയുടെ കഴുത്ത് ഞെരിക്കുന്നുണ്ട് ദേഷ്യത്തോടെ. മനസ്സ് മരവിച്ച് കുറെ ആളുകൾ ഇരിക്കുന്നതിനിടയിൽ നിന്റെ അസൂയ വിതറാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ. നീ പറഞ്ഞല്ലോ ദുരന്തം സംഭവിച്ചെന്ന്. അതങ്ങനെ ആയിരിക്കില്ലെന്ന് പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. എന്നിട്ടും നിന്നെ എതിർക്കുന്ന ഭർത്താവിന്റെ അനിയൻ പോയി എന്നുള്ളൊരു സന്തോഷമുള്ളിലല്ലേ. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മോനാണ്. ഇനി വരുണിനെ കുറിച്ചോ രാധികയെ കുറിച്ചോ ഒരക്ഷരം മിണ്ടിയാൽ കേറിപ്പോടിയകത്ത് എന്ന് പരമേശ്വരൻ. ഒരു സങ്കടമുണ്ടായാൽ കുടുംബം മുഴുവനും ഒന്നിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള മരവിച്ച അവസ്ഥയാണ് ഇവിടെ. ഇവളെ പോലെ ഉള്ളവരെ കൊണ്ട്. ഞാൻ ബിജു അങ്ങോട്ട് പോയിട്ട് വരാച്ചാ, എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ലെന്ന് സൂര്യ ബിജുവിനോട് പറയുന്നു. ഇവനെ ഒന്ന് നോക്കിക്കോണേ, ഇവന്റെ ആരോഗ്യം ഇതുവരെ പൂർണ്ണമായിട്ടില്ലെന്നൊക്കെ. ഇനി ഒന്നും കേൾക്കാനും സഹിക്കാനും എന്നെ കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുന്നു. രാധികയല്ലേ, അവളെ പോലെ നല്ല മനസ്സുള്ള ഒരു കുട്ടി ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരെയും കുറിച്ച് പറഞ്ഞിട്ട് സൂര്യയും ബിജുവും പോകുന്നു. മുത്തശ്ശി, വരുണും ചേച്ചിയും തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ഒരു ദിവസം പോലും ജീവിച്ചിരിക്കില്ല, ഇത് സത്യമോ മുത്തശ്ശി എന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ സങ്കടം അഭിനയിക്കുകയാണ് പ്രിയങ്ക. പത്മിനിയുടെ മടിയിൽ കിടന്ന് കരയുകയാണ് പ്രിയങ്ക. നമ്മളെ തേടി ഒരു മോശം വാക്കും വരില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പത്മിനിയും പറയുന്നത്. കരഞ്ഞുകൊണ്ട് മുത്തശ്ശി പൂജാമുറിയിലേക്ക് പോകുന്നു. എന്തിനാ എൻ്റെ കുട്ടികളെ വേദനിപ്പിക്കുന്നത്? അവർ തെറ്റ് ചെയ്തോ? എല്ലാത്തിനും കാവൽ ഭഗവാൻ തന്നെയായിരുന്നില്ലേ? എന്നിട്ടും ശിക്ഷിച്ചോ എൻ്റെ കുട്ടികളെ? ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ, കുഞ്ഞുങ്ങളല്ലേ. ഭഗവാൻ കണ്ണ് തുറക്കാതെ ഞങ്ങൾക്ക് അവരെ കാണാൻ പറ്റുമോ? ഇരുന്ന ഇരിപ്പിൽ എൻ്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോ, എൻ്റെ മോനെ ഇങ്ങുത്താ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് മുത്തശ്ശി. ഈ സമയം എല്ലാ സ്ഥലവും പരിശോധിക്കുകയാണ് പോലീസ്. അതിൽ ഒരു കോൺസ്റ്റബിൾ പറയുന്നു, മുകളിൽ നിന്ന് വീഴുന്നവർ താഴെ എന്തായാലും സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് വെള്ളച്ചാട്ടത്തിൽ വീടില്ല, ഏതെങ്കിലും പാറത്തട്ടിൽ തട്ടി ചിന്നി ചിതറിയിട്ടുണ്ടാകും. ഇത് ശ്യാമ കേൾക്കുന്നു. സാഹചര്യം നോക്കി വേണ്ട എന്തെങ്കിലും പറയാനെന്ന് പോലീസ് കോൺസ്റ്റബിളിനോട് പറയുന്നു. ഒരു 5:30 ആകുമ്പോൾ കാടിനകത്ത് ഇരുട്ടായി തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ സെർച്ചിങ് ബുദ്ധിമുട്ടാണ്. തിരിച്ചു പോകാനേ സാധിക്കൂ എന്ന് പോലീസ്. ഇല്ല, ഞാൻ തിരിച്ചു പോകില്ല. നിങ്ങളാര് തിരിച്ചു പോയാലും ഞാൻ പോകില്ലെന്ന് ശ്യാമ വാശി പിടിക്കുന്നു. നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇവിടെ വന്യമൃഗങ്ങളുണ്ട്, കണ്ടീഷൻ മോശമാണ്. നിങ്ങളുടെ വിഷമം മനസ്സിലാക്കാതെയല്ല സംസാരിക്കുന്നത്. മറ്റുള്ളവർക്കും കൂടി ആപത്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണെന്ന് പോലീസ്. നാളെ മുതൽ ആളുകളെ ഇറക്കി അന്വേഷിക്കാം, അതേ ഉള്ളൂ ഒരു മാർഗം എന്ന് പറഞ്ഞവർ പോകുന്നു. ശ്യാമയോട് അമൃത പറയുന്നു, അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നുണ്ടല്ലോ, കൂടെ അവരോട് ഓരോന്ന് ചോദിച്ചാൽ അവർക്ക് ദേഷ്യം വരുമെന്ന്. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അവർ ദേഷ്യപ്പെട്ടോട്ടെ, അവർ വേണമെങ്കിൽ ചീത്ത വിളിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കെൻ്റെ മോളെ കിട്ടണമെന്നേ ഉള്ളൂ എന്ന് ശ്യാമ പറയുന്നു. ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് നിന്റെ മുന്നിൽ കൊണ്ടുവന്നതല്ലേ അവളെ, ഒരിക്കലും തിരിച്ചെടുക്കില്ലെന്ന് അമൃത. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.